നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പുരോഗതിയിലേക്ക് കൈപിടിച്ച് UP-യിൽ പ്രചരണ ചൂടുയർത്തി അഖിലേഷ് രാഹുൽ സംയുക്ത വാർത്താ സമ്മേളനം. സമാജ്വാദി കോൺഗ്രസ് സഖ്യം സംസ്ഥാനത്ത് വൻ വിജയം നേടുമെന്ന് അഖിലേഷ് യാദവ്. ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന BJP നയത്തിനെതിരെയുള്ള ജനങ്ങളുടെ സഖ്യമാണ് ഉത്തർപ്രദേശിലേതെന്നും പ്രതികരണം. അഖിലേഷ് യാദവ് മികച്ച മുഖ്യമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി. വിശാല സഖ്യമുണ്ടാക്കിയത് സമൃദ്ധിക്കും രാജ്യപുരോഗതിക്കും വേണ്ടി. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിനും നോട്ട് നിരോധനത്തിനും തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്നും രാഹുൽ ഗാന്ധി. 7 ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇരു നേതാക്കളും ഒന്നിച്ചു പങ്കെടുക്കുന്നത് 14 റാലികളിൽ. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഷോ സഖ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. അഖിലേഷ് രാഹുൽ വാഹന റാലിക്ക് പുറമെ പ്രചരണത്തിന് പ്രിയങ്ക ഡിംപിൾ യാദവ് സംയുക്ത റാലിയും. രാജിയിൽ സമ്മർദ്ദം. ലാ അക്കാദമി വിഷയത്തിലെ സർക്കാർ ഇരട്ടത്താപ്പിൽ വിമർശനവുമായി വീണ്ടും കോൺഗ്രസ്. CPM നിലകൊള്ളുന്നത് ഒരു വശത്ത് വിദ്യാർത്ഥികൾക്കൊപ്പവും മറുവശത്ത് ലക്ഷ്മി നായരെ സംരക്ഷിക്കുന്നവർക്കൊപ്പവുമെന്ന് VM സുധീരൻ. ഉദ്ദേശശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന ക്യാമ്പസ് സർക്കാർ ഏറ്റെടുക്കണം. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് അംഗം വിട്ടുനിന്നത് പരിശോധിക്കുമെന്ന് സുധീരൻ. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ കേസെടുക്കണമെന്ന VS-ന്റെ ആവശ്യത്തിനും KPCC പിന്തുണ. അതിനിടെ ലാ അക്കാദമി പ്രശ്നത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിഷേധം ലക്ഷ്മി നായരെ പുറത്താക്കുന്നതിലും കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്നതിലും തീരുമാനം സർക്കാരിന് വിട്ട് സിൻഡിക്കേറ്റിന്റെ കൈകഴുകലിന് പിന്നാലെ ഉപസമിതിയുടെ റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടും പ്രിൻസിപ്പലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങളാലെന്ന് ആക്ഷേപം. വെളിച്ചം തേടുന്ന പദ്ധതി. സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലെന്ന് മന്ത്രി M.M. മണി. നിരക്ക് വർധനയിൽ തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ. സർക്കാർ ശ്രമം ലോഡ് ഷെഡിംഗ് പരമാവധി ഒഴിവാക്കാൻ. നിലവിൽ KECBക്ക് 6000 കോടിയുടെ ബാധ്യതയുണ്ടെന്നും വിശദീകരണം. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല. പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതിയുണ്ട്. മറ്റു ചെറുകിട വൈദ്യുത സംരംഭങ്ങളും സർക്കാരിന്റെ പരിഗണനയിലെന്നും M.M. മണി. ഹുങ്ക് കാട്ടുന്ന ട്രംപ്. ട്രംപിന്റെ അഭയാർത്ഥി വിരുദ്ധ മുസ്ലിം വിരുദ്ധ നടപടിക്കെതിരെ ലോകത്തിന്റെ പ്രതിഷേധം. യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് അഭയം നൽകുന്ന പാരമ്പര്യം അമേരിക്ക പിന്തുടരണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. അതിനിടെ അഭയാർത്ഥികൾക്കും 7 മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്കും ട്രംപ് ഏർപ്പെടുത്തിയ വിലക്കിന് ഫെഡറൽ കോടതിയുടെ താൽക്കാലിക സ്റ്റേ. പുതിയ ഉത്തരവ് അമേരിക്കയിൽ കുടിയേറ്റവും ഭീകരപ്രവർത്തനവും തടയുന്നതിന്റെ ഭാഗമായെന്ന് ട്രംപിന്റെ വിശദീകരണം. അഭയാർത്ഥികൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് 4 മാസത്തേക്കും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് 3 മാസത്തെ വിലക്കും. പ്രവേശന നിരോധനം ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങൾക്ക്. വിലക്ക് നിലവിൽ വന്നതോടെ വിമാനത്താവളങ്ങളിൽ അമേരിക്കൻ യാത്രക്കാർക്ക് കർശന പരിശോധന. നടപടി പ്രതിഷേധാർഹമെന്ന് ജർമ്മനിയും ഫ്രാൻസും. രാജ്യത്തിനാവശ്യം അമേരിക്കയെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെ മാത്രമെന്ന് പ്രസിഡന്റ് ട്രംപ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.